എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചില UK അപ്ഡേറ്റുകളെ കുറിച്ചാണ്. പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ലേബർ സർക്കാരിന് കുടിയേറ്റ വിഷയത്തിലുണ്ടായ സ്വരമാറ്റം UK യൂണിവേഴ്സിറ്റികളിലേക്ക് കൂടുതൽ വിദേശ വിദ്യാർത്ഥികൾ എത്താൻ കാരണമാകുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ ഈ മേഖല പുത്തനുണർവ് പകരുന്ന ഒന്നായി മാറിയിരിക്കുന്നു. ജൂലൈ 4 തെരഞ്ഞെടുപ്പിന് ശേഷം ലേബർ നയങ്ങളിൽ വന്ന മാറ്റം വ്യാപകമായി വിദേശ വിദ്യാർത്ഥികളും അവരുടെ കുടുംബവും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കോഴ്സുകളെക്കുറിച്ചും അതിൻ്റെ കൂടുതൽ വിവരങ്ങളെക്കുറിച്ചും വിദേശത്തുള്ള റിക്രൂട്ടിംഗ് ഏജന്റുമാരുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം അമിതമായി കുറയാൻ ഇടയാകുമായിരുന്ന ഏറ്റവും മോശം സമയം ആയിരുന്നു ഒഴിവായിപ്പോയത്. കൃത്യസമയത്ത് തന്നെ നയമാറ്റം എത്തിയതെന്ന് വൈസ് ചാൻസലർ അറിയിക്കുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ കൺസർവേറ്റീവ് സർക്കാരിന്റെ സ്റ്റുഡന്റ് വിസ നിയന്ത്രണങ്ങളുടെ സ്വാധീനം തുടർന്നും ഇടയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ പ്രസിദ്ധീകരിച്ച ഗാർഡിയൻസ് 2025 യൂണിവേഴ്സിറ്റി ഗൈഡിൽ വിദേശ വിദ്യാർത്ഥികൾ നൽകുന്ന ഫീസിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കഴിയുന്ന യൂണിവേഴ്സിറ്റികൾക്ക് തദ്ദേശീയ വിദ്യാർത്ഥികൾക്ക് UK സർക്കാർ നിശ്ചയിച്ച കുറഞ്ഞ ഫീസിൽ പഠന സൗകര്യം ഒരുക്കിയാലും പിടിച്ചു നിൽക്കാനാകും. ചുമതലയേറ്റ് 2 ആഴ്ച കഴിഞ്ഞ് തന്നെ വിദേശ വിദ്യാർത്ഥികളെ ബ്രിട്ടനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എഡ്യൂക്കേഷൻ സെക്രട്ടറി പ്രസംഗം നടത്തിയത് വളരെ ശ്രദ്ധ എന്ന ഒരു കാര്യമായിരുന്നു. ചൈന, ഇന്ത്യ, തെക്ക് കിഴക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലുള്ള തങ്ങളുടെ റിക്രൂട്ടിംഗ് ഏജന്റുമാരുമായി താൻ സംസാരിച്ചു എന്നും എല്ലാവരും ആ പ്രസംഗത്തെക്കുറിച്ച് സംതൃപ്തി രേഖപ്പെടുത്തിയെന്നും അദ്ദേഹം അറിയിച്ചു. മാത്രമല്ല, ബ്രിട്ടനിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുന്ന ഈ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഈ പ്രസംഗത്തെ ഏറെ ശ്രദ്ധയോടെ ശ്രവിച്ചിട്ടുണ്ടെന്നുമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വിദേശ വിദ്യാർത്ഥികൾ ബ്രിട്ടന് നൽകുന്നത് സാമ്പത്തിക സംഭാവന മാത്രമല്ലെന്നും അവർ ബ്രിട്ടീഷ് സംസ്കാരത്തിനും വൈവിധ്യത്തിനും ബഹുസ്വരതയ്ക്കും നൽകുന്ന സംഭാവനകൾ അഭിനന്ദനീയമാണെന്നും പറഞ്ഞ ബജറ്റ് ഫിലിപ്സന്റെ പ്രസംഗം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിദ്യാർത്ഥി സമൂഹത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശങ്ങളിൽ നിന്നുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ കൺവേർഷൻ നിരക്ക് വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് പല അഡ്മിഷൻ ഓഫീസർമാരും പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നടന്ന യൂണിവേഴ്സിറ്റീസ് UK വാർഷിക യോഗത്തിൽ പങ്കെടുത്ത പല വൈസ് ചാൻസലർമാരും സറേ വൈസ് ചാൻസലറുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെന്നും പരിവർത്തനം അത്ര വേഗത്തിൽ ആകില്ല എന്ന അഭിപ്രായക്കാരാണ് ഇവരെല്ലാം. പഴയ നയങ്ങളുടെ പ്രഭാവം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റുഡൻസിനെ ഏറ്റവും കൂടുതൽ UK സ്വാഗതം ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിഫൻസിനെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നുമില്ല. കാരണം കൺസർവേറ്റീവ് പാർട്ടി ഇറക്കിയിട്ടുള്ള നിയമങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സ്റ്റുഡൻസിന് പക്ഷേ ഒരു വെൽക്കം കൺട്രിയായി UK വീണ്ടും മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും UK സ്വാഗതം. നന്ദി, നമസ്കാരം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകേണ്ടതാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. എല്ലാവർക്കും